നിങ്ങൾക്ക് മാനസികപരമായിട്ടുള്ള സംഘർഷങ്ങൾ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടോ? ഈ സ്ട്രെസ്, ഡിപ്രഷൻ പോലുള്ള ഒരവസ്ഥ നിങ്ങളിൽ ഇപ്പം സംജാതമായിരിക്കുന്നു. ഒന്നിലൊരു ശ്രദ്ധ കിട്ടുന്നില്ല, അങ്ങനെയുള്ള അനുഭവം ഉണ്ടോ? അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുകൾ വരുന്നു, തൊഴിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തൊഴിലെടുത്ത് കുറേയധികം പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നു. ഇനിയൊരു പുതിയ തൊഴിൽ നിങ്ങൾക്ക് നേടണമെന്നുണ്ട്, അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ? ഇനി മറ്റൊന്നുള്ളത്, നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു. വീട്ടിനകത്ത് വന്ന് കയറിയിട്ട് ഇരിക്കാൻ തോന്നുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങളാണ് വീട്ടിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ? മാത്രമല്ല, ധനം കയ്യിൽ നിൽക്കുന്നില്ല, ധനപരമായിട്ടുള്ള കുറേയധികം വിഷയങ്ങൾ നമ്മളെ ചുറ്റും വന്ന് കൂടുന്നുണ്ട്, ബാധ്യതകൾ വർദ്ധിച്ചു വരുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളുണ്ടോ? മാത്രമല്ല, വിദ്യാഭ്യാസപരമായിട്ടുള്ള കുറേയധികം തടസ്സങ്ങളാണ് ചിലർക്കുള്ളത്. അവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി വരുന്നില്ല, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, പഠിച്ചാൽ മനസ്സിലാകുന്നില്ല, അങ്ങനെയുള്ള നാനാവിധ പ്രശ്നങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇനി പറയാൻ പോകുന്നത് വളരെ ലളിതമാണ്, എന്നാൽ വളരെ ഊർജദായകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ അതിന് പ്രതിവിധി എന്നുള്ള രീതിയിൽ പറഞ്ഞെങ്കിലും ഇതൊന്നുമല്ല ഇതിൻ്റെ ഗുണങ്ങൾ. നമ്മൾ കരുതുന്നതിലും അപ്പുറമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളെ കൊണ്ടുവരുന്ന, നമ്മുടെ ജീവിതത്തിന് തന്നെ വളരെ വലിയൊരു വഴികാട്ടിയായേക്കാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ഉഷാദേവിയെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഉഷാദേവി ആരാണെന്ന് എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ കുറിച്ചൊക്കെ ഇപ്പോൾ ഏതാണ്ട് ആൾക്കാർക്ക് ബോധ്യമുണ്ട്. രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്ത സമയത്ത് വിളക്ക് തെളിയിക്കുന്ന കാര്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മുടെ പഴയ കാരണവരും മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും എല്ലാവരും സൂര്യോദയത്തിന് മുമ്പ് തന്നെ ശുദ്ധമായി വന്നു നിന്ന് പ്രാർത്ഥിക്കുന്നതാണ്. സൂര്യോദയ സമയത്ത് അവർ ആദിത്യ നമസ്കാരം ചെയ്യുന്നത് കാണാം. ഇതൊക്കെ അവരുടെ ജീവിതചര്യയിലൂടെ കടന്നുപോയ കാര്യമാണ്. അപ്പം ഞാനിന്ന് പറയുന്നത് സൂര്യോദയത്തിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കർമ്മമാണ്. ഇപ്പം ബ്രഹ്മമുഹൂർത്ത സമയത്ത് എല്ലാവർക്കും എഴുന്നേൽക്കാൻ പറ്റണമെന്നില്ല. അവരുടെ ആരോഗ്യസ്ഥിതി, അവരുടെ തൊഴിൽ സ്ഥിതിയൊക്കെ കൊണ്ട് ബ്രഹ്മമുഹൂർത്ത സമയത്ത് എല്ലാ കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ സൂര്യോദയത്തിന് മുമ്പ് നമുക്ക് എഴുന്നേൽക്കാമല്ലോ, ഒരു അരമണിക്കൂർ മുമ്പ്. സൂര്യോദയം ഇപ്പോൾ ഒരു 6 മണിക്കാണെങ്കിൽ 5:30 എഴുന്നേൽക്കുന്നതിന് തെറ്റുണ്ടാവില്ലല്ലോ. അപ്പോഴത്തേക്കും കുളിച്ച് ശുദ്ധമായിട്ട് വന്ന് ഏതാണ്ട് ഒരു അരമണിക്കൂർ നമുക്കൊരു മന്ത്രത്തെ ജപിച്ചാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങളെല്ലാം അകന്നു പോകുമെങ്കിൽ, നമ്മുടെ ജീവിതത്തിന് പുതിയൊരു ദിശാബോധവും വഴിവിളക്കും കിട്ടുമെങ്കിൽ അത് നല്ലതല്ലേ? അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളുടെ നിവാരണത്തിന് വേണ്ടിയിട്ടും നമ്മുടെ മനസ്സുഖത്തിനും നമ്മുടെ ആരോഗ്യ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉഷാദേവി മന്ത്രം എങ്ങനെ ജപിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. ഇത് കണ്ടിട്ട് അങ്ങ് സ്കിപ്പ് ചെയ്തു പോകുന്ന തരത്തിലുള്ള വീഡിയോ ആക്കരുത്. കാര്യം നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു മാറ്റം കുറിക്കാൻ ഇത് കാരണമാക്കും എന്നുള്ളതാണ്. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദ്രമഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല, ഈ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും ഒക്കെ യൂട്യൂബ് നിങ്ങൾക്ക് അയച്ചു തരും. എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വിവരങ്ങൾ ഇതിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഉഷസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ക്ഷേത്രത്തിലൊക്കെ ഉഷപൂജ നടക്കുന്ന സമയമാണ്. സൂര്യോദയത്തിന് മുമ്പ് ഉള്ള ടൈം, അതായത് കിഴക്കിങ്ങനെ വെള്ള കീറി അരുണകിരണങ്ങൾ ഇങ്ങനെ ഉണർന്നു വരുന്ന, വെള്ള കീറി വരുന്ന ആ സമയമാണ് നമ്മൾ ഉഷകാലം എന്ന് പറയുന്നത്. ഉഷസ് എന്ന് പറഞ്ഞാൽ ശുദ്ധിയുടെ കാലം എന്നാണ് പറയുന്നത്, ഉണർവിൻ്റെ, പ്രസരിപ്പിൻ്റെ ടൈം എന്നാണ് പറയുന്നത്. ഈ സമയത്ത് ദേവി കുതിരകൾ വലിക്കുന്ന തേരിലോ അല്ലെങ്കിൽ പശുക്കൾ വലിക്കുന്ന തേരിലോ എഴുന്നള്ളൂ എന്നാണ് പറയുന്നത്. ഈ ദേവി പശുക്കളുടെ മാതാവായിട്ടും സങ്കല്പിക്കപ്പെടുന്നുണ്ട്, സൂര്യൻ്റെ മാതാവായിട്ടും കൽപ്പിക്കപ്പെടുന്നുണ്ട്, ചില അവസരങ്ങൾ സൂര്യൻ്റെ ഭാര്യയായിട്ടും കൽപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ 2 തരത്തിലുള്ള കൽപ്പനകൾ ഈ ഒരു കാര്യത്തിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ അമ്മ
ഈ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ഉണർവ് നൽകുന്ന പ്രാപഞ്ചിക ശക്തിയാണ്. നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ദേവിയാണ്. നമുക്ക് കിഴക്കോട്ട് നോക്കി നിന്നാൽ അങ്ങനെ വെള്ള കീറി അവിടെ ആ അമ്മയുടെ പ്രസരണം ഇങ്ങനെ വരുന്നത് നമ്മൾ സിനിമയെ കാണും പോലെയൊന്നുമല്ല, നേരിട്ട് നമുക്ക് ദൃശ്യമാകുന്നു. ദേവിമാരെയൊക്കെ നമുക്ക് ചിത്രങ്ങളിലൊക്കെ വരച്ചാലല്ലേ നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് നേരിട്ട് തന്നെ ഇങ്ങനെ നോക്കി കാണാം. അരുണകിരണങ്ങൾ പൊങ്ങി വരുമ്പോൾ അമ്മയുടെ എഴുന്നള്ളത്ത് നമുക്ക് കാണാം. ഈ സമയത്ത് നമ്മൾ കൈകൂപ്പി തൊഴുത് നിന്ന്, കുളിച്ച് ശുദ്ധമായിട്ട് കൈകൂപ്പി തൊഴുത് നിന്ന് ജപിക്കണമെന്നാണ് പറയണത്. ഇനി കുളിക്കാൻ ഒരാൾക്ക് എന്തെങ്കിലും അവസ്ഥാവിശേഷങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൈയും കാലും ഒന്ന് കഴുകുക, മുഖം കഴുകുക, ദന്തശുദ്ധിയൊക്കെ കൃത്യമായി കഴിക്കുക, നമ്മുടെ ശൗചകാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ചെയ്യുക. എന്നിട്ട് വന്ന് ഈ ടൈമിൽ ഒരു 5:30-6 മണി ആ ഒരു കാലയളവിലായിരിക്കും മിക്കവാറും എല്ലാ സൂര്യോദയത്തിന് മുമ്പുള്ള ഈ ഉഷാസ് എന്ന് പറയുന്നത് കടന്നു വരുന്ന ഒരു സമയം വരിക. വെള്ള കീറുക, കിഴക്ക് വെള്ള കീറി ഇങ്ങനെ വരുന്നത്. ഇപ്പം കടൽ തീരത്തൊക്കെ കൂടുതൽ നേരത്തെ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ ചിലപ്പം താഴ്ന്ന പ്രദേശത്ത് അത്ര നന്നായിട്ട് പെട്ടെന്ന് കാണാൻ പറ്റില്ല. ഓരോരുത്തും ഈ ഉഷസ് എന്ന് പറയുന്നത് ഉയർന്നു വരുന്ന സമയം സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള കുറച്ച് സമയമായിരിക്കും. അത് കൃത്യമായിട്ടുള്ള ഒരു കാലയളവ് ഇന്ന ടൈമിലാണ് എന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. എങ്കിലും നിങ്ങൾക്കറിയാം ആ വെള്ള കീറി വരുന്ന സമയം. ആ സമയത്ത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും നിങ്ങൾ ഇനി ഞാൻ ഈ പറയുന്ന മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല കഷ്ടനഷ്ടങ്ങളും മാറിയിട്ട് നിങ്ങൾക്ക് മനസ്സിന് എന്ത് കുളിർമ കിട്ടുമെന്നറിയാമോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് നോക്കിയിട്ടുള്ളതാണ്. ആ ടൈമുകളിൽ നമുക്ക് കിട്ടുന്നൊരു അനുഭൂതിയുണ്ട്. ഇരുന്ന് വേണമെങ്കിലും നിന്ന് വേണമെങ്കിലും നമുക്കിത് ജപിക്കാൻ പറ്റും. പക്ഷെ കിഴക്കോട്ട് നോക്കി തന്നെ ചെയ്യണം. ചിലപ്പോൾ മഴക്കാറുള്ളപ്പോഴോ മഴയുള്ളപ്പോഴോ നമുക്കിത് ഈ ദൃശ്യം കാണാൻ പറ്റില്ല. കിഴക്കുന്ന് വെള്ള കീറി വരുന്ന സമയം പറ്റില്ല. പക്ഷേ സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള സമയം, ഇപ്പോൾ ഒരു 6:30 സൂര്യോദയം ഉണ്ടെങ്കിൽ 6 മണിക്ക്, അരമണിക്കൂർ ബാക്കിലോട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി. 6 മണിക്ക് സൂര്യോദയം ഉള്ളപ്പോൾ 5:30 എന്നുള്ള രീതിയിൽ നിങ്ങൾ കിഴക്കോട്ട് നോക്കി ഇനിയുള്ള ഈ മന്ത്രം അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. കുളിച്ച് ശുദ്ധമായിട്ടിരിക്കണമെന്ന് മുന്നേ സൂചിപ്പിച്ചു. അങ്ങനെ പറ്റാത്തവർക്ക് കയ്യും കാലും മുഖമൊക്കെ കഴുകിയിട്ട് നമുക്ക് ജപിക്കാം. മന്ത്രം ഇങ്ങനെയാണ്: ഉഷോ യത് വഹ് ഉഷസി വിഭാവരീ പശ്യസി വിഭാതാം താം പ്രവാജയന്തിം പ്രബോധിനിം വിപ്രസ്യാഹമിമം മന്ത്രം ജപന്തി. മന്ത്രം ഒന്നുകൂടി: ഉഷോ യദ്വ ഉഷസി വിഭാവരീ പശ്യസി വിഭാതാം താം പ്രവാജയന്തിം പ്രബോധിനീം വിപ്രസ്യാഹമിമം മന്ത്രം ജപന്തി എന്നാണ് ഈ മന്ത്രം. പ്രകാശമയായിട്ടുള്ള ഉഷസേ, നീ പ്രഭാതത്തിൽ ഉണർന്ന് വരുമ്പോൾ ഞാൻ നിന്നെ നമിക്കുന്നു. ഈ മന്ത്രം എൻ്റെ ബുദ്ധിശക്തിയെയും കഴിവിനെയും പ്രാപ്തിയെയും എല്ലാം വർദ്ധിപ്പിക്കട്ടെ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഈ മന്ത്ര കൽപ്പനയുള്ളത്. അപ്പോൾ ഈ മന്ത്രം ജപിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു 10 മിനിറ്റെങ്കിലും മിനിമം ജപിക്കണം. കുറച്ച് വെള്ളമെടുത്ത് 2 കാലിലേക്കും മാറി മാറി ഒഴിക്കണം. ഒരു 1-2 ഗ്ലാസ് വെള്ളം 2 കാലിലേക്കും മാറി മാറി ഒഴിക്കണം. പിന്നെ ഒന്നും കൂടെ തല കുനിച്ച് വണങ്ങണം. ഇങ്ങനെ തുടർച്ചയായിട്ട് ഞാൻ പറയുന്ന ഒരു 7 ദിവസം നിങ്ങൾ ജപിച്ചു വരുമ്പോൾ തന്നെ നിങ്ങളിലുള്ള മാറ്റം അറിയാം. പിന്നെ വീണ്ടും ഒരു 7 ദിവസം നിങ്ങൾ ജപിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളൊരു അനിർവചനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ജീവിതകാലത്ത് ഒരിക്കലും ഇത് പിന്നെ അങ്ങോട്ട് മുടക്കാൻ തോന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രസരണം അത്രയാണ്. നിങ്ങളുടെ കർമ്മകുശലത വർദ്ധിക്കും, ബുദ്ധി വികാസം ഉണ്ടാകും, പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്നുള്ള മാർഗങ്ങൾ തുറന്നു കിട്ടും, നിങ്ങളിലുണ്ടായിരുന്ന മടിശീലങ്ങളെല്ലാം മാറിക്കിട്ടും, ആലസ്യത, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ഇതോടുകൂടി മാറി വരുന്നത്. ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ആണെങ്കിൽ അത് പതിയെ പതിയെ അങ്ങ് മാറി വരുന്നത്, നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലമായി വരുന്നതൊക്കെ നമുക്ക് ദൃശ്യമാകുന്നതാണ്. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള പ്രാപഞ്ചികമായിട്ടുള്ള ഒരു മന്ത്രമാണിത്. ഋഗ്വേദത്തിലുള്ള മന്ത്രമാണിത്. ഇത് കൃത്യമായിട്ട് ജപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാവും. ഇതൊരു നല്ല മുഹൂർത്തമാണ് ഈ സമയത്ത് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ ഈ കാലയളവിൽ തന്നെ ചിലപ്പോൾ ചിലരൊക്കെ ഈ സൂര്യ മന്ത്രങ്ങൾക്ക് മുമ്പ് ഉഷമന്ത്രം ജപിക്കും. ഈ സമയത്ത് പലരും സൂര്യ നമസ്കാരം ചെയ്യാൻ സൂര്യഗായത്രിയൊക്കെ ജപിക്കുന്നവരുണ്ട്. അതിന് തൊട്ട് മുമ്പ് നമുക്ക് ഇതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ എത്രയോ ഗുണകരം. അപ്പോൾ അങ്ങനെ ഇപ്പോഴേ തന്നെ ഉഷമന്ത്രങ്ങളൊക്കെ ജപിച്ചു പോരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തണം. നിങ്ങളുടെ അനുഭവങ്ങളും കൂടി അതിൻ്റെ കീഴെ രേഖപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്, ജ്യോതിഷ സംബന്ധമായതും
പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.